നമസ്കാരം. മാസ്റ്ററിങ് എഡ്യൂടെക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ പാട്ടിൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഫങ്ഷണൽ യൂണിറ്റ്സ് ഓഫ് എ കമ്പ്യൂട്ടറാണ്. അപ്പോൾ കമ്പ്യൂട്ടറിൻ്റെ ഫങ്ഷണൽ യൂണിറ്റ്സ് എന്ന് പറയുന്നത് മെയിനായിട്ട് 3 ടൈപ്സ് ഉണ്ട്. ഇൻപുട്ട് യൂണിറ്റ് ഉണ്ട്, CPU ഉണ്ട്, അതുപോലെ തന്നെ ഔട്ട്പുട്ട് ഡിവൈസസ് ഉണ്ട്. അപ്പോൾ ഇൻപുട്ട് ഡിവൈസസിനെ പറ്റി കഴിഞ്ഞ പാട്ടിൽ നമ്മൾ പറഞ്ഞു. കണ്ടിട്ടില്ലാത്തവരെ അത് പോയി കണ്ടു നോക്കുക. ഇനി അടുത്തെന്ന് പറയുന്ന ഔട്ട്പുട്ട് ഡിവൈസസ് ആണ്. അപ്പോൾ ഔട്ട്പുട്ട് ഡിവൈസ് എന്തിനു വേണ്ടിയാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഇൻപുട്ട് കൊടുത്ത ഡേറ്റാസ് പ്രോസസ്സ് ചെയ്തതിന് ശേഷം കിട്ടുന്ന റിസൾട്ടാണ് ഔട്ട്പുട്ട് ഡിവൈസ് വഴി നമുക്ക് കിട്ടുന്നത്. അപ്പോൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന ഔട്ട്പുട്ട് ഡിവൈസസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തേന്ന് പറഞ്ഞാൽ മോണിറ്ററാണ്. അപ്പോൾ പ്രൈമറി ഔട്ട്പുട്ട് ഡിവൈസ് എന്നറിയപ്പെടുന്നത് മോണിറ്ററിനെയാണ്. അതുപോലെ തന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് മോണിറ്റേഴ്സിനെ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് മോണോക്രോം മോണിറ്റർ എന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ തന്നെ പണ്ട് കാലത്തൊക്കെ യൂസ് ചെയ്തിരുന്ന മോണിറ്റേഴ്സ് യൂസ് ചെയ്തിരുന്ന ടെക്നോളജി എന്ന് പറയുന്നത് CRT ടെക്നോളജിയാണ് യൂസ് ചെയ്തിരുന്നത്. CRT എന്ന് പറഞ്ഞാൽ കാഥോഡ് റേ ട്യൂബ്. അപ്പം ആദ്യകാലത്തെ മോണിറ്റേഴ്സൊക്കെ നിങ്ങൾക്ക് അറിയാം, എന്താ ബിഗ് സൈസിലുള്ളതായിരിക്കും. നമ്മുടെ വീട്ടിലെ പഴയ TV ഒക്കെ വലിയ സൈസിലുള്ള TV ആണ്. അതിൽ യൂസ് ചെയ്തിരുന്ന എന്താണ്? CRT ടെക്നോളജിയാണ് യൂസ് ചെയ്തിരുന്നത്. ഇപ്പോഴുള്ള മോഡേൺ മോണിറ്റേഴ്സിൽ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ TFT LCD ടെക്നോളജിയാണ് യൂസ് ചെയ്യുന്നത്. TFT LCD എന്ന് പറഞ്ഞാൽ തിൻ ഫിലിം ട്രാൻസിസ്റ്റർ ലിക്വിഡ് ക്രിസ്റ്റൽ ഡിസ്പ്ലേ, അല്ലെങ്കിൽ LCD മോണിറ്റർ എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ലിക്വിഡ് ക്രിസ്റ്റൽ ഡിസ്പ്ലേ ആണ് മോഡേൺ മോണിറ്റേഴ്സിൽ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ OLED ടെക്നോളജിയും യൂസ് ചെയ്യുന്നുണ്ട്. OLED എന്ന് പറഞ്ഞാൽ ഓർഗാനിക് ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്. LED അറിയാലോ എല്ലാവർക്കും, ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്. അപ്പോൾ ഓർഗാനിക് ലൈറ്റ് എമിറ്റിംഗ് ഡയോഡാണ് പുതിയ മോഡേൺ ടെക്നോളജി അല്ലെങ്കിൽ മോഡേൺ മോണിറ്റേഴ്സിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം ഈ OLED ടെക്നോളജിയുടെ ക്വാളിറ്റി എന്താണെന്ന് വെച്ചാൽ ഹൈ കോൺട്രാസ്റ്റ് ആയിരിക്കും. അതുപോലെ തന്നെ ബെറ്റർ ആംഗിൾസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് ഈ OLED ടെക്നോളജി അല്ലെങ്കിൽ OLED യൂസ് ചെയ്തിട്ടുള്ള മോണിറ്റേഴ്സിലാണ്. പിന്നെ ഈ മോണിറ്ററിൻ്റെ റെസൊല്യൂഷൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് പിക്സലിനെ ബേസ് ചെയ്തിരിക്കും. പിക്സൽ എന്ന് പറഞ്ഞാൽ പിക്ചർ എലമെൻറ്റ്, ഇതിനെയാണ് പിക്സൽ എന്ന് പറയുന്നത്. അതായത് ഒരു പിക്ചറിൻ്റെ കൺട്രോളബിൾ ആയിട്ടുള്ള ഏറ്റവും സ്മോളസ്റ്റ് എലമെൻറ്റിനെയാണ് പിക്സൽ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു മോണിറ്ററിൻ്റെ റെസൊല്യൂഷൻ എന്ന് പറയുന്നത് പിക്സലിനെ, നമ്പർ ഓഫ് പിക്സലിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇനി രണ്ടാമത്തെ ഔട്ട്പുട്ട് ഡിവൈസ് എന്ന് പറയുന്നത് പ്രിൻ്ററാണ്. അപ്പോൾ പ്രിൻ്റർ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഹാർഡ് കോപ്പി പ്രൊഡ്യൂസ് ചെയ്യും. ഹാർഡ് കോപ്പിയും സോഫ്റ്റ് കോപ്പി എന്താണെന്ന് എല്ലാവർക്കും അറിയായിരിക്കും. നമ്മുടെ പേപ്പർ ഡോക്യുമെൻസിനെയാണ് ഹാർഡ് കോപ്പി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കമ്പ്യൂട്ടറിനകത്തുള്ള ഡോക്യുമെൻസിനെയാണ് നമ്മൾ സോഫ്റ്റ് കോപ്പി എന്ന് പറയുന്നത്. നമ്മൾ ഹാർഡ്വെയർ സോഫ്റ്റ്വെയറും പോലെ തന്നെ ഹാർഡ് കോപ്പി സോഫ്റ്റ് കോപ്പി നമുക്ക് തൊട്ട് നോക്കാൻ പറ്റുന്ന ആ ഡോക്യുമെൻറ്റ്, പേപ്പർ ഡോക്യുമെൻറ്റ് നമുക്ക് തൊട്ട് നോക്കാമല്ലോ, അതിനെ നമ്മൾ ഹാർഡ് കോപ്പി എന്നും. കമ്പ്യൂട്ടറിനകത്തുള്ള ഡേറ്റാസ് നമ്മൾ വേഡ് ഡോക്യുമെൻ്റ് ഒക്കെ ആയിട്ട് അല്ലെങ്കിൽ PDF ഒക്കെ ആയിട്ട് സ്റ്റോർ ചെയ്യുന്ന ഡേറ്റാസ് നമുക്ക് കൈയിലെടുത്ത് തൊട്ട് നോക്കാൻ പറ്റത്തില്ല, അങ്ങനെയുള്ളതിനെ സോഫ്റ്റ് കോപ്പി എന്നും പറയും. അപ്പോൾ ഈ ഹാർഡ് കോപ്പി നമ്മുടെ കമ്പ്യൂട്ടറിനകത്ത് നമ്മൾ ടൈപ്പ് ചെയ്ത് അല്ലെങ്കിൽ റെഡിയാക്കി ഇട്ടേക്കുന്ന ഡോക്യുമെൻസിനെ പ്രിൻ്റ് എടുക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, നമ്മുടെ കയ്യിൽ കിട്ടും അത്, ആ പേപ്പർ ഡോക്യുമെൻറ്റ്, അതിനെയാണ് ഹാർഡ് കോപ്പി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഹാർഡ് കോപ്പി പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഔട്ട്പുട്ട് ഡിവൈസ് ആണ് ഇത് പ്രിൻ്റർ എന്ന് പറയുന്നത്. മെയിനായിട്ടും 2 ടൈപ്പ് പ്രിൻ്ററാണുള്ളത്. ഇമ്പാക്റ്റ് പ്രിൻ്ററുമുണ്ട്, നോൺ ഇമ്പാക്റ്റ് പ്രിൻ്ററുമുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ, ഇമ്പാക്റ്റ് പ്രിൻ്റർ എന്ന് പറഞ്ഞാൽ പ്രിൻ്റ് ഹെഡ് പേപ്പറിൽ ടച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ ഇമ്പാക്റ്റ് പ്രിൻ്റർ എന്ന് പറയും. അതായത് ഡോട്ട് മെട്രിക്സ് പ്രിൻ്റർ, ഡ്രം പ്രിൻ്റർ, ലൈൻ പ്രിൻ്റർ, അതുപോലെ തന്നെ ഡെയ്സി വീൽ പ്രിൻ്റർ, ചെയിൻ പ്രിൻ്റർ, ക്യാരക്ടർ പ്രിൻ്റർ, ഇതൊക്കെയെന്ന് പറയുന്നത് ഇമ്പാക്റ്റ് പ്രിൻ്ററിന് എക്സാമ്പിളാണ്. ഇനി നോൺ ഇമ്പാക്റ്റ് പ്രിൻ്റർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രിൻ്റ് ഹെഡ് പേപ്പറിൽ ടച്ച് ചെയ്യില്ല. അപ്പോൾ പേപ്പറിൽ ടച്ച് ചെയ്യാത്തതാണ് നോൺ ഇമ്പാക്റ്റ് പ്രിൻ്റർ. ഈ നോൺ ഇമ്പാക്റ്റ് പ്രിൻ്ററിൻ്റെ എക്സാമ്പിളാണ് നമ്മുടെ ലേസർ പ്രിൻ്ററും ഇങ്ക് ജെറ്റ് പ്രിൻ്ററും. അപ്പോൾ ഇത് ഓർത്തിരുന്നാൽ മതി, നോൺ ഇമ്പാക്റ്റ് പ്രിൻ്റർ ആണ് ലേസർ പ്രിൻ്ററും ഇങ്ക് ജെറ്റ് പ്രിൻ്ററും. ഇതിനകത്ത് പ്രിൻ്റ് ഹെഡ് പേപ്പറിൽ ടച്ച് ചെയ്യുന്നില്ല. ഡോട്ട് മെട്രിക്സ് നമുക്കറിയാം, ഡോട്ട് പാറ്റേൺ ഓഫ് ഡോട്ട്സ് ആയിട്ടാണ് ഡോട്ട് മെട്രിക്സിൽ പ്രിൻ്റ് ഔട്ട്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിലെന്തുണ്ട്, ഒരു പ്രിൻ്റ് ഹെഡ് ഉണ്ട്. പ്രിൻ്റ് ഹെഡ് പേപ്പറിൽ ടച്ച് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, പ്രിൻ്റ് ഔട്ട് ജനറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ പേപ്പറിൽ ടച്ച് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ ഡോട്ട് മെട്രിക്സ്, ഡ്രം പ്രിൻ്റർ, ലൈൻ പ്രിൻ്റർ, ക്യാരക്ടർ പ്രിൻ്റർ, ചെയിൻ പ്രിൻ്റർ, ഡെയ്സി വീൽ, ഇതെല്ലാം ഇമ്പാക്റ്റ് പ്രിൻ്റർ ആണ്. നോൺ ഇമ്പാക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ലേസർ പ്രിൻ്ററും ഇങ്ക് ജെറ്റ് പ്രിൻ്ററും നോൺ ഇമ്പാക്റ്റ് പ്രിൻ്റർ ആണ്.
അതുപോലെ തന്നെ പ്രിൻ്റർ ദാറ്റ് ഹെൽപ്സ് ടു ടേക്ക് കാർബൺ കോപ്പീസ് ചോദിക്കും. കാർബൺ കോപ്പീസ് എടുക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന പ്രിൻ്റർ ഏതാണ്? നമ്മുടെ ഡോട്ട് മെട്രിക്സ് പ്രിൻ്റർ ആണ് കാർബൺ കോപ്പീസ് എടുക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു എന്താ ഹാർഡ് കോപ്പി, സോഫ്റ്റ് കോപ്പി എന്താണെന്ന് പറഞ്ഞു. പ്രിൻറ്റഡ് കോപ്പി, ഒരു ഡോക്യുമെൻറ്റിൻ്റെ പ്രിൻറ്റഡ് കോപ്പിയെ നമുക്ക് ഹാർഡ് കോപ്പി എന്നും നോൺ പ്രിൻറ്റഡ് ആയിട്ടുള്ള കോപ്പീസിനെ നമുക്ക് സോഫ്റ്റ് കോപ്പി എന്നും പറയാം. ഇനി അടുത്ത ഔട്ട്പുട്ട് ഡിവൈസ് എന്ന് പറയുന്നത് പ്ലോട്ടറാണ്. പ്ലോട്ടർ എന്ന് പറഞ്ഞാൽ ലാർജ് ഡ്രോയിങ്സ് അല്ലെങ്കിൽ മാപ്പ്, എൻജിനീയറിംഗ് ഡ്രോയിങ്സ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഔട്ട്പുട്ട് ഡിവൈസ് ആണ് പ്ലോട്ടർ എന്ന് പറയുന്നത്. അതായത് നമ്മൾ മാപ്പൊക്കെ ഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ബിൽഡിങ്ങിൻ്റെയൊക്കെ പ്ലാന് ഒക്കെ ഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഔട്ട്പുട്ട് ഡിവൈസ് ആണ് പ്ലോട്ടർ എന്ന് പറയുന്നത്. പ്ലോട്ടർ മെയിനായിട്ടും 2 ടൈപ്പ് ഉണ്ട്. ഫ്ലാറ്റ് ബെഡ് പ്ലോട്ടറുമുണ്ട്, ഡ്രം പ്ലോട്ടറുമുണ്ട്. അപ്പോൾ ഫ്ലാറ്റ് ബെഡ് പ്ലോട്ടർ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഒരു ഫ്ലാറ്റ് പേപ്പർ ആയിരിക്കും യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഫ്ലാറ്റ് പേപ്പർ അതിനകത്ത് ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുമായിരിക്കും. അതുപോലെ തന്നെ ഇതിനകത്തുള്ള ഒരു പെൻ, ആ പെന്ന് മൂവ് ചെയ്യുന്ന അനുസരിച്ചിട്ടാണ് ഡിസൈൻ ആണെങ്കിലും ഇമേജ് ആണെങ്കിലും അതിനകത്ത് ഡ്രോ ചെയ്യുന്നത്. അപ്പോൾ ഫ്ലാറ്റ് ബെഡ് പേപ്പറിനകത്ത് പേപ്പർ ഫിക്സഡ് ആയിരിക്കും, പെന്നായിരിക്കും മൂവ് ചെയ്യുന്നത്. ഇനി ഡ്രം പ്ലോട്ടർ എന്താണെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് പേപ്പർ വെർട്ടിക്കലായിട്ട് മൂവ് ചെയ്യും, പെന്ന് ഹൊറിസോണ്ടലി മൂവ് ചെയ്യും, എന്നിട്ടാണ് ഡിസൈൻസ് ഡ്രോ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് 2 ടൈപ്പ് പ്ലോട്ടേഴ്സ്. അപ്പോൾ ഫ്ലാറ്റ് ബെഡ് പ്ലോട്ടറുമുണ്ട്, ഡ്രം പ്ലോട്ടറുമുണ്ട്. ഇനി നമുക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഫങ്ഷണൽ യൂണിറ്റിലെ 3ാമത്തെ പാർട്ടാണ് സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് അല്ലെങ്കിൽ CPU. അപ്പോൾ ഈ CPU-നെ അറിയപ്പെടുന്ന പേര് ബ്രെയിൻ ഓഫ് ദി കമ്പ്യൂട്ടർ എന്നാണ് അറിയപ്പെടുന്നത്. CPU ഈസ് നോൺ ആസ് ദി ബ്രെയിൻ ഓഫ് ദി കമ്പ്യൂട്ടർ. മിക്കവാറും എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇനി എല്ലാ ഓപ്പറേഷൻസിനെയും കൺട്രോൾ ചെയ്യുന്ന ആരാന്ന് ചോദിച്ചാൽ നമ്മുടെ CPU ആണ്. കമ്പ്യൂട്ടറിൻ്റെ എല്ലാ ഓപ്പറേഷൻസിനെയും അല്ലെങ്കിൽ ഫങ്ഷനിങ്ങിനെയും കൺട്രോൾ ചെയ്യുന്നത് നമ്മുടെ CPU ആണ്. ഈ CPU-ന് മെയിനായിട്ട് 3 പാർട്ടാണുള്ളത്. ALU അതായത് അരിത്തമെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ്, CU എന്ന് പറഞ്ഞാൽ കൺട്രോൾ യൂണിറ്റ് ആൻഡ് മെമ്മറി യൂണിറ്റ്. ഇങ്ങനെ 3 പാർട്ടാണ് CPU-ന് മെയിനായിട്ടും ഉള്ളത്. അപ്പോൾ ALU എന്ന് പറഞ്ഞാൽ അരിത്തമെറ്റിക് ആൻഡ് ലോജിക് ഓപ്പറേഷൻസ് ഒക്കെ പെർഫോം ചെയ്യുന്നത് ALU-ലാണ്. കൺട്രോൾ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ കൺട്രോൾ ആൻഡ് കോർഡിനേറ്റ് ദി ഫങ്ഷൻസിനെ എല്ലാം കൺട്രോൾ ചെയ്യുകയും കോർഡിനേറ്റ് ചെയ്യുകയും ചെയ്യുന്നത് കൺട്രോൾ യൂണിറ്റ് ആണ്. മെമ്മറി യൂണിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഡേറ്റ സ്റ്റോർ ചെയ്യുന്ന യൂണിറ്റാണ് മെമ്മറി യൂണിറ്റ്. അതുപോലെ തന്നെ നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ പ്രോസസ്സിംഗ് സ്പീഡ് മെഷർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ MIPS-ലാണ്. പ്രോസസ്സിംഗ് സ്പീഡ് ഓഫ് എ കമ്പ്യൂട്ടർ ഈസ് മെഷേർഡ് ബൈ MIPS. MIPS എന്ന് പറഞ്ഞാൽ മില്യൺ ഇൻസ്ട്രക്ഷൻസ് പെർ സെക്കൻഡ്. അപ്പോൾ പ്രോസസ്സിംഗ് സ്പീഡ് ഓഫ് എ കമ്പ്യൂട്ടർ ഈസ് മെഷേർഡ് ബൈ MIPS, മില്യൺ ഇൻസ്ട്രക്ഷൻസ് പെർ സെക്കൻഡ്. അപ്പോൾ അത്രയുമാണ് ഫങ്ഷണൽ യൂണിറ്റ്സ് ഓഫ് എ കമ്പ്യൂട്ടർ പറയാനുള്ളത്. ഇതിൽ നമ്മൾ ഇൻപുട്ട് ഡിവൈസ് പറഞ്ഞു, ഔട്ട്പുട്ട് ഡിവൈസ് പറഞ്ഞു, അതുപോലെ തന്നെ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റിനെ പറ്റി പറഞ്ഞു. ഇനി നമുക്ക് പറയാനുള്ളത് ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ. ഇത് രണ്ടും എന്താണെന്നുള്ളതാണ്. ഹാർഡ്വെയർ എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ കമ്പോണൻസ് ഓഫ് എ കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടറിൻ്റെ നമുക്ക് തൊട്ടു നോക്കാൻ പറ്റുന്ന പാർട്സിനെയാണ് ഹാർഡ്വെയർ എന്ന് പറയുന്നത്. അതായത് കീബോർഡ്, മദർ ബോർഡ്, മൗസ് അങ്ങനെയുള്ള പാർട്സ് എല്ലാം നമുക്ക് തൊട്ടു നോക്കാം. അതാണ് ഹാർഡ്വെയർ എന്ന് പറയുന്നത്. ഇനി മദർ ബോർഡ് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ CPU എന്ന് പറയുന്ന കമ്പ്യൂട്ടറിന് അടുത്തിരിക്കുന്ന ഒരു വലിയ ബോക്സിനെയാണ് നമ്മൾ നോർമലായിട്ട് എല്ലാവരും കാണുമ്പോൾ ഇതാണ് CPU എന്ന് പറയും. ഇതെന്ന് പറഞ്ഞാൽ എന്താണ്? അത് സിസ്റ്റം യൂണിറ്റ് ആണ്. അപ്പോൾ അതിനകത്തുള്ള ഒരു ചെറിയ പാർട്ടാണ് സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ CPU-യും അതുപോലെ തന്നെ വീഡിയോ കാർഡ്, നെറ്റ്വർക്ക് കാർഡ് ഇതെല്ലാം ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഒരു ബോർഡുണ്ട് ഈ സിസ്റ്റം യൂണിറ്റിനകത്ത്. ആ ഒരു ബോർഡിനെ പറയുന്ന പേരാണ് മദർ ബോർഡ് എന്ന് പറയുന്നത്. അപ്പോൾ മദർ ബോർഡ് എന്ന് പറയുന്നത് CPU അതുപോലെ തന്നെ വീഡിയോ കാർഡ്, നെറ്റ്വർക്ക് കാർഡ് പോലെയുള്ള ഇലക്ട്രോണിക് ഡിവൈസ് എല്ലാം അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഒരു ബോർഡാണ് മദർ ബോർഡ് എന്ന് പറയുന്നത്. ഈ മദർ ബോർഡിനെ PCB എന്നും സിസ്റ്റം ബോർഡ് എന്നും വിളിക്കും. PCB എന്ന് പറഞ്ഞാൽ പ്രിന്റഡ് സർക്യൂട്ട് ബോർഡ് എന്നാണ് PCB. ഈ 2 പേരിലും മദർ ബോർഡ് അറിയപ്പെടും. ഇനി നമ്മൾ സോഫ്റ്റ്വെയർ എന്താണെന്നാണ് നോക്കാൻ പോകുന്നത്. നമ്മൾ പറഞ്ഞു ഹാർഡ്വെയർ എന്ന് പറഞ്ഞാൽ ടച്ച് ചെയ്ത് നോക്കാൻ പറ്റുന്ന പാർട്സ്. പക്ഷെ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ടച്ച് ചെയ്ത് നോക്കാൻ പറ്റത്തില്ല. അപ്പോൾ കമ്പ്യൂട്ടറിൻ്റെ ഹാർഡ്വെയർ പാർട്സ് വർക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് അല്ലെങ്കിൽ സെറ്റ് ഓഫ് പ്രോഗ്രാംസിനെയാണ് നമ്മൾ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സോഫ്റ്റ്വെയർ തന്നെ മെയിനായിട്ടും 2 ടൈപ്പ് ഉണ്ട്. സിസ്റ്റം സോഫ്റ്റ്വെയറുമുണ്ട്, ആപ്ലിക്കേഷൻ
ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറും ഉണ്ട്. അതായത് സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഹാർഡ്വെയർ പാർട്സും അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ പ്രോഗ്രാംസും. ആപ്ലിക്കേഷൻ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ നമ്മുടെ MS വേഡ്, എക്സൽ അങ്ങനെയൊക്കെയുള്ള ആപ്ലിക്കേഷൻസ് ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ആപ്ലിക്കേഷൻ പ്രോഗ്രാംസും അതുപോലെ തന്നെ ഹാർഡ്വെയർ പാർട്സും ഒക്കെ റൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്ന സെറ്റ് ഓഫ് പ്രോഗ്രാംസിനെയാണ് സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. ഇതിന് എക്സാമ്പിളാണ്, ഈ സിസ്റ്റം സോഫ്റ്റ്വെയറിന് എക്സാമ്പിളാണ് നമ്മളുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റവും യൂട്ടിലിറ്റി സോഫ്റ്റ്വെയറും ഒക്കെ സിസ്റ്റം സോഫ്റ്റ്വെയറിന് എക്സാമ്പിളാണ്. ഇനി ഈ യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ എന്താണെന്ന് ഞാൻ പറയാം. ഇതും യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ തന്നെ സെറ്റ് ഓഫ് പ്രോഗ്രാംസ് ആണ്. അപ്പോൾ യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് പ്രോഗ്രാംസ് ആണ്, കമ്പ്യൂട്ടറിനകത്ത് തന്നെ സെറ്റ് ചെയ്തിരിക്കുന്ന സെറ്റ് ഓഫ് പ്രോഗ്രാംസ് ആണ് യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ. എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്ക് സിസ്റ്റത്തിലെ എന്തെങ്കിലും ഫോൾഡേഴ്സൊക്കെ നമ്മൾ ഡിലീറ്റ് ചെയ്താലോ കോപ്പി ചെയ്താലോ അല്ലെങ്കിൽ നമ്മൾ ഫയൽ കംപ്രഷനൊക്കെ ചെയ്യുമ്പോൾ സോർട്ട് ചെയ്യുമ്പോഴൊക്കെ ചെയ്യാനൊക്കെ ഇങ്ങനെയുള്ള ഓപ്പറേഷൻസ് ഒക്കെ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ഡെവലപ്പ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ സെറ്റ് ചെയ്തിരിക്കുന്ന കുറച്ച് പ്രോഗ്രാംസ് ഉണ്ട്. അതിനെയാണ് നമ്മൾ യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. അപ്പോൾ യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ നമ്മുടെ സോർട്ടിങ്, ഡിലീഷൻ, കോപ്പിങ്, ഫയൽ കംപ്രഷനൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സെറ്റ് ഓഫ് പ്രോഗ്രാംസിനെയാണ് യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് പറയാനുള്ളത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്തെന്നാണ്. കമ്പ്യൂട്ടറിൻ്റെ എല്ലാ ഓപ്പറേഷൻസിനെയും കൺട്രോൾ ചെയ്യുന്ന സെറ്റ് ഓഫ് പ്രോഗ്രാംസിനെയാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. അതായത് നമ്മുടെ യൂസറിൻ്റെയും ഹാർഡ്വെയറിൻ്റെയും ഇടയിൽ ഒരു ഇൻ്റർഫേസ് ആയിട്ടാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആക്ട് ചെയ്യുന്നത്. ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് എക്സാമ്പിളാണ് നമ്മുടെ ലിനക്സ് ഉണ്ട്, യുണിക്സ്, ഉബുണ്ടു, വിൻഡോസ്. ഇതെല്ലാം ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് എക്സാമ്പിളാണ്. വിൻഡോസ് എന്ന് പറയുന്ന ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. ഈ വിൻഡോസ് എന്ന് പറയുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഡെവലപ്പ് ചെയ്ത് ആരാന്ന് ചോദിച്ചാൽ മൈക്രോസോഫ്റ്റ് ആണ് വിൻഡോസ് എന്ന് പറയുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഈ മൈക്രോസോഫ്റ്റിൻ്റെ ഫൗണ്ടർ ആരാന്ന് ചോദിച്ചാൽ ബിൽ ഗേറ്റ്സ് ആൻഡ് പോൾ അലൻ ആണ് മൈക്രോസോഫ്റ്റിൻ്റെ ഫൗണ്ടർ. ഇനി നമ്മുടെ മൊബൈലിന് വേണ്ടിയിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ആൻഡ്രോയിഡ് എന്ന് പറയുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഇത് ഡെവലപ്പ് ചെയ്തത് ഗൂഗിളാണ്. ഇനി ആൻഡ്രോയിഡിൻ്റെ ലേറ്റസ്റ്റ് വേർഷൻ ഏതാണെന്ന് ചോദിച്ചാൽ ആൻഡ്രോയിഡ് 13 ആണ് ആൻഡ്രോയിഡിൻ്റെ ലേറ്റസ്റ്റ് വേർഷൻ. ഇനി ലിനക്സ് എന്ന് പറയുന്നത് മറ്റൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. ഈ ലിനക്സ് ഡെവലപ്പ് ചെയ്തത് ലിനസ് ടോൾവാർഡ്സ് ആണ്. ലിനസ് ടോൾവാർഡ്സ് ആ പേരിൽ തന്നെ ഉണ്ട്. അതുപോലെ തന്നെ ഇന്ത്യയിൽ നമ്മൾ നിർമ്മിച്ച ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ട്, അതാണ് ബോസ്. അതായത് ഭാരത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം സൊല്യൂഷൻസ് ആണ് അറിയപ്പെടുന്നത് ബോസ് എന്ന് പറയുന്നത് ഒരു ഫ്രീ സോഫ്റ്റ്വെയർ ആണ്. അപ്പോൾ ഫ്രീ സോഫ്റ്റ്വെയർ എന്താണെന്നുള്ളത് നമ്മൾ ഇനി പറയാം. ഇനി ഈ ബോസ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം സപ്പോർട്ട് ചെയ്യുന്ന എത്ര ലാംഗ്വേജസ് ഉണ്ടെന്ന് ചോദിച്ചാൽ 18 ലാംഗ്വേജസിന് ഈ ബോസ് എന്ന് പറയുന്ന നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ബോസ് ഡെവലപ്പ് ചെയ്ത് എവിടെയാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ചെന്നൈയിലുള്ള സീഡാക്കിലാണ് ബോസ് എന്ന് പറയുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഇനി ലോകത്തിലെ ആദ്യത്തെ ചാറ്റ് OS ഏതാണെന്ന് ചോദിച്ചാൽ ഫ്ലോക്ക് OS ആണ്, വേൾഡ്സ് ഫസ്റ്റ് ചാറ്റ് OS. ഇനി OS ഡെവലപ്ഡ് ബൈ ആപ്പിൾ നിർമ്മിച്ച ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണെന്ന് ചോദിച്ചാൽ അത് മാക് OS ആണ്, ആപ്പിൾ നിർമ്മിച്ചിട്ടുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു ഫ്രീ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞു. ബോസ് എന്ന് പറയുന്നത് ഒരു ഫ്രീ സോഫ്റ്റ്വെയർ ആണെന്ന് പറഞ്ഞു. എന്താണ് ഫ്രീ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ? ഇപ്പോൾ ഈ ഫ്രീ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ യൂസേഴ്സിന് അതിനെപ്പറ്റി പഠിക്കാം, അത് മോഡിഫൈ ചെയ്യാം, അതുപോലെ തന്നെ നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയും ചെയ്യാൻ പറ്റുന്ന സോഫ്റ്റ്വെയർസിനെയാണ് ഫ്രീ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. അപ്പോൾ ഫ്രീ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ അലോ യൂസർ ടു മോഡിഫൈ, സ്റ്റഡി ആൻഡ് ഡിസ്ട്രിബ്യൂട്ട് ദ സോഫ്റ്റ്വെയറിനെ പറ്റി അവർക്ക് പഠിക്കാം, യൂസേഴ്സിന് അത് പഠിക്കാം, മോഡിഫൈ ചെയ്യാം, അതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ നമ്മൾ പറഞ്ഞു ലിനക്സിനെ പറ്റി പറഞ്ഞു, ലിനക്സും ഒരു ഫ്രീ സോഫ്റ്റ്വെയർ ആണ്, അതുപോലെ തന്നെ ബോസും ഒരു ഫ്രീ സോഫ്റ്റ്വെയർ ആണ്. ഇനി നമുക്ക് പറയാനുള്ളത് ഈ ഫ്രീ സോഫ്റ്റ്വെയർ എന്ന് പറയുന്ന ഈ ടേം കൊണ്ടുവന്നത് ആരാണ്? റിച്ചാർഡ് സ്റ്റാൾമാൻ ആണ് ഫ്രീ സോഫ്റ്റ്വെയർ എന്ന് പറയുന്ന ടേം കൊണ്ടുവന്നത്. എന്നാണ് ചോദിച്ചാൽ 1985 ഫ്രീ സോഫ്റ്റ്വെയർ എന്ന് പറയുന്ന ഒരു പദം കൊണ്ടുവന്നത്. ഇനി നമുക്ക് പറയാനുള്ളത് നമ്മൾ ഫ്രീ സോഫ്റ്റ്വെയറിനെ പറ്റി പറഞ്ഞു, പ്രൊപ്രൈറ്ററി സോഫ്റ്റ്വെയർ ഉണ്ട്. എന്താണ് പ്രൊപ്രൈറ്ററി സോഫ്റ്റ്വെയർ? ഇപ്പം നമ്മൾ പറഞ്ഞു ഫ്രീ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ യൂസറിന് അതിനെപ്പറ്റി പഠിക്കാം, അതുപോലെ തന്നെ മോഡിഫൈ ചെയ്യാം, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. പക്ഷേ ഇതൊന്നും ചെയ്യാൻ പറ്റാത്ത
അല്ലാത്ത സോഫ്റ്റ്വെയർ ആണ് പ്രൊപ്രൈറ്ററി സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. അതായത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അതിനെപ്പറ്റി പഠിക്കാൻ പറ്റത്തില്ല, മോഡിഫൈ ചെയ്യാൻ പറ്റത്തില്ല, അതുപോലെ തന്നെ മറ്റാർക്കും നമുക്കത് ഷെയർ ചെയ്യാനോ ഒന്നും പറ്റത്തില്ല. അപ്പോൾ ഇതെന്ന് പറയുന്നത് എന്താ, ഇത് ആരാണോ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് അവർക്കുടെ ലൈസൻസിൻ്റെ അണ്ടറിലായിരിക്കും ഇതുണ്ടായിരിക്കുക. എന്താ നമുക്കതൊന്നും മോഡിഫൈ ചെയ്യാനോ ഒന്നും ചെയ്യാനുള്ള അവകാശം ഉണ്ടായിരിക്കില്ല. അപ്പോൾ നമ്മുടെ മൈക്രോസോഫ്റ്റിൻ്റെ വിൻഡോസ് എന്ന് പറയുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്ന ഒരു പ്രൊപ്രൈറ്ററി സോഫ്റ്റ്വെയർ ആണ്. അത് നമുക്ക് എന്ത് ചെയ്യാം, മോഡിഫൈ ചെയ്യാനോ ഒന്നും പറ്റത്തില്ല. അങ്ങനെയുള്ള സോഫ്റ്റ്വെയറിനെയാണ് പ്രൊപ്രൈറ്ററി സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് പറയാനുള്ളത് ഷെയർവെയർ അല്ലെങ്കിൽ ട്രയൽ വെയറിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ഷെയർവെയർ എന്ന് പറഞ്ഞാൽ ഒരു ടൈപ്പ് ഓഫ് പ്രൊപ്രൈറ്ററി സോഫ്റ്റ്വെയർ ആണ് ഷെയർവെയർ എന്ന് പറയുന്നത്. പക്ഷേ അത് നമുക്ക് യൂസ് ചെയ്യാം, ഒരു ലിമിറ്റഡ് പീരീഡിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, അത് യൂസ് ചെയ്യാം. ആ ഒരു നമുക്ക് ട്രയലായിട്ട് ചില സോഫ്റ്റ്വെയർസൊക്കെ നമുക്ക് ട്രയൽ ബേസിൽ ഒരാഴ്ചത്തേക്കോ അല്ലെങ്കിൽ ഒരു മാസത്തേക്കോ ഒക്കെ യൂസ് ചെയ്യാം. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അതിന് പേ ചെയ്യണം. അങ്ങനെയുള്ള സോഫ്റ്റ്വെയറിനെയാണ് നമ്മൾ ഷെയർവെയർ അല്ലെങ്കിൽ ട്രയൽ വെയർ എന്ന് പറയുന്നത്. അപ്പോൾ ട്രയലായിട്ട് നമുക്ക് യൂസ് ചെയ്യാം, പക്ഷേ അത് ഒരു ലിമിറ്റഡ് പീരീഡിലേക്ക് മാത്രമേ പറ്റത്തുള്ളൂ. അതാണ് ഷെയർവെയർ അല്ലെങ്കിൽ ട്രയൽ വെയർ എന്ന് പറയുന്നത്. ഇത് ഒരു തരത്തിലുള്ള ഒരു പ്രൊപ്രൈറ്ററി സോഫ്റ്റ്വെയർ ആണ്. ഇനി നമുക്ക് പറയാനുള്ളത് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു സ്പെസിഫിക് ടാസ്ക് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുള്ള സോഫ്റ്റ്വെയർസിനെയാണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. ഇതിന് എക്സാമ്പിളാണ് നമ്മുടെ സിസ്റ്റത്തിലുള്ള നമ്മൾ പഠിക്കുന്ന MS വേർഡ്, എക്സൽ, പവർ പോയിൻറ്റ്, ടാലി എന്നൊക്കെ പറയുന്നത് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ്. ഒരു സ്പെസിഫിക് ആപ്ലിക്കേഷന് വേണ്ടിയിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുള്ളതാണ്. ഇപ്പോൾ വേഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡോക്യുമെൻറ്റ്സ് ഒക്കെ തയ്യാറാക്കാനേ പറ്റത്തുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാത്രമുള്ളതാണ്. ഫോട്ടോഷോപ്പ് ഇമേജസ് ഒക്കെ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ്. അപ്പോൾ അതിലത് മാത്രമേ ചെയ്യാൻ പറ്റൂ. ഫോട്ടോഷോപ്പ് എടുത്തിട്ട് നമുക്ക് വേഡ് ഡോക്യുമെൻറ്റ് തയ്യാറാക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ഒരു സ്പെസിഫിക് ആപ്ലിക്കേഷന് വേണ്ടിയിട്ട് തയ്യാറാക്കിയിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. ഇനി ഒരു ടേമുണ്ട് ഫേംവെയർ. എന്താണ് ഫേംവെയർ? ഫേംവെയർ എന്ന് പറഞ്ഞാൽ ഹാർഡ്വെയറിൻ്റെയും സോഫ്റ്റ്വെയറിൻ്റെയും കൂടി ഒരു കോമ്പിനേഷനാണ് ഫേംവെയർ എന്ന് പറയുന്നത്. അതായത് ഇതൊരു തരത്തിലുള്ളൊരു കമ്പ്യൂട്ടർ ചിപ്പായിരിക്കും. അതിനകത്ത് പ്രോഗ്രാംസ് റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കും. സോഫ്റ്റ്വെയർ പ്രോഗ്രാംസ് ഹാർഡ്വെയർ പാർട്ടുള്ള ഒരു ചിപ്പിനകത്ത് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെ നമുക്ക് ഫേംവെയർ എന്ന് പറയാം. ഇതിന് എക്സാമ്പിളാണ് നമ്മുടെ സിസ്റ്റത്തിലുള്ള റോം, റീഡ് ഓൺലി മെമ്മറി. ഈ റീഡ് ഓൺലി മെമ്മറിയിൽ തന്നെ വരുന്നതാണ് EPROM ഒക്കെയാണ് നമ്മുടെ ഫേംവെയറിന് എക്സാമ്പിൾ. ഇപ്പോൾ റോം തന്നെ എടുക്കുകയാണെങ്കിൽ അതെന്താണ്, റീഡ് ഓൺലി മെമ്മറിയാണ്. അതിനകത്ത് സെറ്റ് ഓഫ് പ്രോഗ്രാംസ് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാനേ പറ്റും, അത് റീഡ് ചെയ്യാനേ പറ്റത്തുള്ളൂ. അതിനകത്തൊന്നും ആൾട്ടർ ചെയ്യാനൊന്നും പറ്റത്തില്ല. അങ്ങനെയുള്ളതിനാണ് ഇത് ഫേംവെയർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ റോം, EPROM, ഫ്ലാഷ് മെമ്മറിയൊക്കെ ഇതിന് എക്സാമ്പിളാണ്. അപ്പോൾ ഇത്രയും ടോപ്പിക്കുകൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്